ഹലോ എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ചിക്കൻ കീമാ ദോശേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇത് ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ മുഴുവൻ കുട്ടൻസ് പിടികിട്ടണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കാണണേ. അപ്പോൾ ഇതിനായിട്ട് എണ്ണയിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം ഒന്ന് പൊട്ടിക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. അതൊന്ന് വഴഞ്ഞു വരുമ്പോൾ ഒരു ചെറിയ സവാള അരിഞ്ഞതിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇടുക. തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചിക്കൻ ഒന്ന് അരച്ചെടുക്കണം. ഈ ചിക്കൻ ഇനി തക്കാളിയിലിട്ട് മിക്സ് ചെയ്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെക്കുക. ഞാൻ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്ത്. ചിക്കൻ ഇതുപോലെ എല്ലാം കൂടി ഉരുണ്ട് നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ സ്പൂണെ കൊണ്ട് ഇങ്ങനെ ഇളക്കിയാൽ അതിങ്ങനെ വിട്ട് വരും. ചിക്കൻ ഇതുപോലെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും മല്ലിയില മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വെള്ളമെല്ലാം വറ്റി മസാല ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. നമ്മൾ ഉണ്ടാക്കിയ ഈ മസാല കൊണ്ട് 4 കീമാ ദോശ ഉണ്ടാക്കാം. ഇനി നമുക്ക് 4 മുട്ട വേണം. അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ദോശ ഇതുപോലെ ചുട്ടിട്ടാകുമ്പോൾ അതിൽ കുറച്ച് നെയ്യ് പുരട്ടി അത് നമ്മൾ കലക്കിയ മുട്ട ഇതുപോലെ ഇതിൻ്റെ മേലിങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഒന്ന് നന്നായി സൈഡിലെല്ലാം പരത്തി കൊടുക്കുക. അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. ഒരു പകുതി വേവാകുമ്പോഴത്തേക്ക് അതിൻ്റെ മേലെ നമ്മളെ മസാല ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്കത് മറിച്ചിടാം. മറിച്ചിടുന്നത് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് യൂസ് ചെയ്തത്. ഇത് അടിക്ക് പിടിച്ചുകൊണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മറച്ചിട്ടിട്ട് കഴിക്കുമ്പോഴേ ചിക്കൻ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.